ഈ വാക്കുകളാണ് ഇന്ന് ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ ഓഹരി വിപണിയിലെ കുതിപ്പ് കേന്ദ്രീകരിച്ചാണ് രാഹുലിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പിനിടെ, അതായത് മെയ് 13, 19 തീയതികളിൽ മോദിയും അമിത്ഷായും ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖങ്ങളിൽ നൽകിയ ഓഹരി വിപണി പരാമർശം, അതാണ് ഈ ആരോപണത്തിൽ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രസ്താവന നടത്തുന്നത്. എന്താണ് എന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മെയ് 13 ഓഹരികൾ വാങ്ങാൻ അമിത്ഷായുടെ നിർദ്ദേശം. മെയ് 13 ആദ്യമായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നത്. അദാനിയുടെ ഉടമസ്ഥതയിലുള്ള NDTVയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അഭിമുഖം വരുന്നത് മെയ് 13. BJP സർക്കാരിന്റെ പ്രകടനവും ഓഹരി വിപണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അന്ന് അമിത്ഷായോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓഹരി വിപണി തകർച്ചയും തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും കിംവദന്തി പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജൂൺ 4 മുൻപ് ഓഹരികൾ വാങ്ങാൻ താൻ നിർദ്ദേശിക്കുകയാണ്, അത് കുതിച്ചുയരും. ഇതായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ മറുപടി. ഇനി നമുക്ക് മോദിയിലേക്ക് വരാം. മെയ് 19 അതേ ചാനലിൽ മോദിയുടെ അഭിമുഖം വരുന്നു. അന്ന് ഓഹരി വിപണിയിൽ വരാനിരിക്കുന്ന കുതിപ്പിനെ പറ്റി മോദിയും പരാമർശിക്കുകയുണ്ടായി. തങ്ങളുടെ സർക്കാർ അധികാരമേറ്റപ്പോൾ വിപണി 25,000 എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 75,000-ൽ എത്തി നിൽക്കുന്നു. പൊതുമേഖലാ ബാങ്കുകളുടേതുൾപ്പെടെ മൂല്യം ഉയരുകയാണ്. ഇതായിരുന്നു അന്ന് മെയ് 19 മോദി ആ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ജൂൺ 4 ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന മോദിയുടെ വാഗ്ദാനം ആ അഭിമുഖത്തിനിടെ ഉണ്ടാകുന്നു. മെയ് 31 നമുക്ക് വിപണി കണക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മെയ് 31 നിഫ്റ്റി 22,530.7 പോയിന്റിലാണ് അവസാനിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 73,161.31 പോയിന്റ്. അതായത് ഈ തൊട്ട് മുൻപുള്ള വ്യാപാര ദിവസങ്ങളിൽ നടന്നതിനേക്കാൾ 2 ഇരട്ടി അധികം ഇടപാട് മെയ് 31 നടന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എക്സിറ്റ് പോളിന് മുന്നോടിയായുള്ള അവസാന വ്യാപാര ദിവസമാണ്, അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ജൂൺ 1 എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായതിനു ശേഷം എക്സിറ്റ് പോൾ റിലീസ് ചെയ്തപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും കുതിച്ചുയർന്നു. 3-ാം തീയതി BJPയുടെ വലിയ വിജയത്തിന്റെ പ്രവചനാടിസ്ഥാനത്തിൽ ഓഹരി വിപണി സർവകാല ഉയരത്തിൽ എത്തുകയാണ്. നമുക്കറിയാം, ആ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. NDAക്ക് 400 സീറ്റുകൾ വരെ പ്രവചിച്ചായിരുന്നു അന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ 3 കണക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. എങ്ങനെയാണ് വിപണി, സ്റ്റോക്ക് മാർക്കറ്റ് ജൂൺ 3 ഏത് രീതിയിലായിരുന്നു എന്നാണ്. ഈ മെയ് 31 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ജൂൺ 3 വരുമ്പോൾ നിഫ്റ്റി 23,125 പോയിന്റിലാണ് അവസാനിക്കുന്നത്. സെൻസെക്സിലേക്ക് വന്നാൽ 76,102.2 പോയിന്റിലാണ് അവസാനിക്കുന്നത്. അദാനി കമ്പനികൾ ഏകദേശം 18% ഈ സമയത്ത് നേട്ടമുണ്ടാക്കിയത് എന്നാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സാധാരണക്കാർ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി സാധാരണക്കാർ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജൂൺ 3 തീയതിയാവുമ്പോഴേക്കും കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ കോടികളുടെ വിദേശ നിക്ഷേപമാണ് വിപണിയിലേക്ക് ആ ഒരു സമയത്ത്, ആ ഒരു ദിവസം മാത്രം എത്തിയത് എന്നും കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇനി നമുക്ക് ജൂൺ 4 വരാം. ജൂൺ 4 ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു. ഒപ്പം സ്ഥിതിഗതികൾ ആകെ മാറിമറിയുകയാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ വന്നതോടെ വിപണി കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജൂൺ 4 തീയതിയിൽ കാണാൻ സാധിക്കുന്നത്. ജൂൺ 4 തീയതിയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ നിഫ്റ്റി 21,990 പോയിന്റിലാണ് അവസാനിച്ചത്. സെൻസെക്സിലേക്ക് വന്നാൽ 72,079.05 എന്ന പോയിന്റിലാണ് സെൻസെക്സ് എത്തിയിരിക്കുന്നത്. ഈ ഫലപ്രഖ്യാപന ദിവസം മാത്രം 1,290 പോയിന്റാണ് നിഫ്റ്റി കൂപ്പുകുത്തിയത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ നമുക്ക് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, അതായത് ഏകദേശം ഈ മെയ് 31 ശേഷം
30 ലക്ഷം കോടിയുടെ നഷ്ടം സാധാരണക്കാർക്കുണ്ടായി എന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ്. അത് തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് മാത്രം ഈ വ്യാജ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറവെച്ച് ഇത്തരത്തിൽ വലിയ ഒരു അഴിമതി നടന്നിരിക്കുന്നു. 30 ലക്ഷം കോടിയുടെ നഷ്ടമാണ് സാധാരണക്കാർക്ക് ഉണ്ടായത് എന്നാണ്. പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മെയ് 31 കണക്കുകൾ നമ്മൾ നോക്കുകയുണ്ടായി. അപ്പോൾ വലിയ രീതിയിൽ നിക്ഷേപം എത്തുകയും ഈ എക്സിറ്റ് പോളിൽ വിപണി സർവകാല ഉയരത്തിലെത്തുകയും ചെയ്തത് മെയ് 31 കണക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നത് അതിനുശേഷം ഈ വിപണി കുത്തനെ ഇടിയുന്ന കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയുണ്ടായി. 30 ലക്ഷം കോടി സാധാരണക്കാർക്ക് നഷ്ടമായി എന്ന് കോൺഗ്രസ് തെളിവുകൾ നിരത്തി പറയുന്നുണ്ട്. ഈ എക്സിറ്റ് പോളിന് തൊട്ടു മുൻപ് നിക്ഷേപിച്ചവരും അതുപോലെ തന്നെ 5 കോടി റീറ്റെയിൽ നിക്ഷേപക കുടുംബങ്ങളുടെ ചെലവിൽ ലാഭമെടുത്തവരും ആരാണ്? ഇതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനൊരു അന്വേഷണം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. ഈ ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും അതുപോലെ വിപണി കുതിക്കുമെന്നും പറഞ്ഞാണ് സാധാരണക്കാരെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പറ്റിച്ചത് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. ഈ അഴിമതി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അറിവോടെയാണ് എന്ന് തെളിവുകൾ സഹിതം കോൺഗ്രസ് പറയുന്നുമുണ്ട്.